ഈ നമ്മൾ സാധാരണ മുമ്പ് കണ്ട സഞ്ജുവിനെ അല്ല ഈ വേൾഡ് കപ്പിൽ കണ്ടത്. ആ ഒരു മാറ്റത്തിൻ്റെ ഒരു കാരണം അതിനുള്ള പിന്നിലുള്ള ആളാരായിരുന്നു? പിന്നിലുള്ള ആൾ അവൻ സ്വയമാണ്. പിന്നെ വേറെ എന്താണ്, അവൻ ഒരു പക്ക ബുദ്ധിമാനാണ്. അവൻ വളരെ ബ്രില്യൻ്റായ ഒരു കൊച്ചാണ്. ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ അത് അപ്പാവിടെ ഉൾക്കൊള്ളുകയും അതിനകത്ത് സക്സസ് ആവുകയും ചെയ്യുന്നൊരു കൊച്ചാണ്. ഈ വേൾഡ് കപ്പിൽ ഏഷ്യ കപ്പിൽ അവനായിട്ട് ഇങ്ങോട്ടടിച്ചു. വീട്ടിൽ വന്നിട്ട് പറഞ്ഞാൽ ഈ ടൂറോടെ ഞാൻ മതിയാക്കും. ഞാൻ പറഞ്ഞു ശരി നീ പോയിട്ട് വാ, ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഈ അവസരം കൊടുത്തപ്പോൾ ക്വാർട്ടർ ഫൈനലാണ്. കളി തോറ്റാൽ വെളിയിൽ പോകും. അത് ഓക്കെ ആണല്ലോ. വെസ്റ്റ് ഇൻഡീസുമായിട്ട് നമ്മൾ കളി തോറ്റാൽ വെളിയിൽ പോകും. അതവനറിയാം. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന നമ്മുടെ ടൂർണമെൻറ്റ് വേൾഡ് കപ്പ് ഇന്ത്യ വെളിയിൽ പോകുമെന്ന് കരുതി കളിച്ചോ. എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ അവൻ ഇതുവരെ കളിച്ചിട്ടില്ല. അവൻ്റെ എൻ്റെ ലൈഫ് ടൈമിൽ അവൻ ഇങ്ങനെ കളിച്ചിട്ടില്ല. അത്രയും പ്രഷർ സിറ്റുവേഷനാണ്. അങ്ങനെ അല്ല, അവന് പ്രഷറില്ലായിരുന്നു. നമ്മൾ കണ്ടില്ലേ വെസ്റ്റ് ഇൻഡീസിനെതിരെ സഞ്ജു ബാറ്റ് വീശുന്നത്. എന്തെങ്കിലും പ്രഷർ ഉണ്ടായിരുന്നോ? ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ബാറ്റ്. കളിച്ചുകൊണ്ട് നിൽക്കുന്ന അഭിഷേക് ഔട്ടാവും. ഓക്കെ, അപ്പോൾ 10 റണ്ണിൽ അഭിഷേക് ഔട്ടാവും. അവിടെ സഞ്ജു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യുന്നു എന്ന് ഞാൻ കരുതും. അവനോട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഞാൻ അവനെ പഠിക്കുന്ന ഒരാളാണ്, എനിക്കറിയുന്ന ഒരാളാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ഒരു വിക്കറ്റ് പോയി, എൻ്റെ ടീം ഇത്രയും വലിയ സ്കോർ ചേസ് ചെയ്യണം, കുറച്ച് സൂക്ഷിച്ച് കളിക്കണം എന്നൊരു ചിന്താഗതി അവൻ അവിടെ ഉണർന്നു. അത് കഴിഞ്ഞ് ഇഷാൻ വന്നു, ആ കുഞ്ഞ് 10 റൺ അടിച്ചു, അവൻ ഔട്ടായിപ്പോയി. അപ്പോൾ റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടെ കൂടി. കരുതൽ ഈ കരുതലുകളെല്ലാം കൂടി ചേർന്ന് അവനൊരു സൂപ്പർ ഇന്നിങ്സ് ഗിഫ്റ്റ് കിട്ടി. അവൻ സ്വയം എടുത്തു. അത് കഴിഞ്ഞ 2 ഇന്നിങ്സിലും ആ പ്രതിഫലനം കണ്ടു. ആണ് വന്നത്. ഇങ്ങനെയാണ് ആ വഴക്കമാണ് ഈ വന്നത്. ഈ കളി നിർത്തിയിട്ട് പോകാൻ പോണ എൻ്റെ കുഞ്ഞ് ലോകത്തിന് എവിടെ എടുത്താലും എൻ്റെ മോനെ പോൾത്തുന്നു, എവിടെ എടുത്താലും എൻ്റെ മോനെ. ഇത് കേൾക്കുമ്പോൾ ഞാൻ രാത്രി മൊത്തം ഉറങ്ങാറില്ല. ഞാൻ സോഷ്യൽ മീഡിയ എടുത്ത് വയ്ക്കും. ഇതേ ഇകഴ്ത്തലുള്ളപ്പോഴും ഈ അതേ ഫീൽ ഉണ്ടാവുമല്ലോ. ഒരുപാട് ഇകഴ്ത്തൽപ്പെട്ടു, ഒരുപാട് സഞ്ജുവിനെ കുറ്റം പറഞ്ഞു. അത് ഞാൻ കേൾക്കില്ല. അതെ. എൻ്റെ മോനെ കുറ്റം പറഞ്ഞാൽ എനിക്ക് കേൾക്കില്ല. ഞാൻ നോക്കുമ്പം എൻ്റെ മോനെ കുറ്റം ഞാൻ ഒരു ചീത്ത വിളിക്കും, മാറ്റിക്കളയും. അവൻ്റെ രണ്ടാമത് വാക്ക് കേൾക്കാൻ നിൽക്കില്ല. കാരണം ഇവൻ അറിഞ്ഞുകൂടെ എൻ്റെ മോനെന്തെന്ന്. എൻ്റെ മകനെ ഇകഴ്ത്തുന്നവൻ അവനറിയില്ല സഞ്ജു എന്തെന്ന്. എവിടെയോ കേട്ടു, എന്തോ അറിഞ്ഞു, അങ്ങനെയുള്ളവനാണ് എൻ്റെ മകനെ ഇകഴ്ത്തുന്നത്. അവൻ്റെ കൂടെ ഇരുന്നവൻ, അവനെ ഫീൽ ചെയ്തവൻ, അവൻ്റെ സൗഹൃദം കിട്ടിയവൻ, അവൻ്റെ കൃത്യമായിട്ട് അവൻ്റെ ക്രിക്കറ്റിനെ കണ്ടറിഞ്ഞവൻ ഒരിക്കലും സഞ്ജുവിനെ ഇകഴ്ത്തില്ല. ഇത് എനിക്കറിയാം. എൻ്റെ മകനെ ഏതെങ്കിലും ഒരുത്തൻ ക്രിക്കറ്റിൽ ക്രിറ്റിസൈസ് ചെയ്യണമെങ്കിൽ അത് എൻ്റെ മകനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തവൻ, അവൻ അൺനോൺ പേഴ്സൺ. ഞാൻ പോണ വഴിയിൽ പട്ടി കുറയ്ക്കുന്നു, ഞാൻ മാറ്റിക്കളയും. എൻ്റെ മോനെക്കുറിച്ച് ഒരു അസഭ്യം യാവനെങ്കിലും പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഞാൻ കേട്ട് ഒരു ശബ്ദം കേട്ട ഉടനെ ഞാൻ അവനെ തിരിച്ച്, അവൻ കേൾക്കൂല, എന്നാലും ഞാൻ ഒരെണ്ണം കൊടുക്കും. ഞാൻ മാറ്റി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.